الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي حسنت نفسي بالحي القيوم الذي لا يموت أبدا ولا حول ولا قوة إلا بالله العلي العظيم حسنت نفسي بالحي القيوم الذي لا يموت أبدا ولا حول ولا قوة إلا بالله العلي العظيم حسنت نفسي بالحي القيوم الذي لا يموت أبدا ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراط المستقيم. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട നൂർഫൈലി ഉസ്താദ് അവറുകളെ, മറ്റു ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള മുതൽക്കൂട്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തുകൊണ്ടും അനുഗ്രഹം ചെയ്തവരാണ്. കൊരട്ടിക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഇൽമ, ജ്ഞാനം വിതറാൻ ഒരു സംഗമ ഭൂമികയെ ഒരുക്കി തീർക്കുകയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതുപോലെ ഭൂമിയിൽ രണ്ട് സ്വർഗമാണുള്ളത്. ഒന്ന് മാ ബൈന ബൈതി വ മിൻബരി റൗലത്തുൻ മിൻ ദിയാനിൽ ജിനാൻ, എന്റെ വീടിന്റെയും മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗീയ പൂങ്കാവനങ്ങളിൽ ഒരു പൂങ്കാവനമാണെന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്വർഗത്തെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക പ്രകീർത്തനങ്ങൾ ഉദ്ഘോഷിക്കുന്ന വിജ്ഞാന സദസ്സുകളാണ്. അതേ വിജ്ഞാന സദസ്സുകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഒരു സ്വർഗമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ ആ സ്വർഗീയ പൂങ്കാവനം എല്ലാ ദിവസവും ഇവിടെ നടന്നു വരുന്നു എന്നത് തന്നെയാണ് ഈ നാടിന്റെ മഹത്തരമായി മഹനീയതയായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം നാളെ അവസാന നാൾ വരെ, അന്ത്യനാൾ വരെ ഒരു പോറൽ പോലും ഏൽക്കാതെ അഭംഗുരം തുടരാൻ നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്ത്രീകൾ അധികമുള്ള സദസ്സായതിന് അവരുടെ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് ആദ്യമായി ഒരു വിഷയം സൂചിപ്പിക്കാൻ ഈ വിനീതൻ ശ്രമിക്കുകയാണ്. മറ്റൊരു വേദിയിൽ ഈ വിനീതൻ സംസാരിക്കുമ്പോൾ ചോദിക്കുകയുണ്ടായി, സ്ത്രീ ആയതിന്റെ പേരിൽ, പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നവർ, വിഷമം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ വിനീതൻ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അവരിൽ നിന്ന് ലഭിച്ച ഉത്തരം, അങ്ങനെ പെണ്ണായി ജനിച്ച എല്ലാവരും, ഭൂമിയിലെ എല്ലാവരും ഞാൻ പെണ്ണായി ജനിച്ചിരുന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നതാണ്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മാലാഖമാരോട്, മലായികത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധികളായി, ഖലീഫകളായി കുറച്ച് ഒരു ജനവിഭാഗത്തെ അയക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ താല്പര്യം എന്താണെന്ന്. തീർത്തും അറബിയിൽ ഖലീഫ എന്ന പദത്തിന്റെ അർത്ഥം ആരാണോ അയക്കുന്നത് അയാളുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രതിനിധീകരിക്കുന്നവർ എന്നതാണ് ഖലീഫ എന്നതിന്റെ അർത്ഥം.
ഭൂമിയിലേക്ക് മനുഷ്യ വിഭാഗത്തെ അയക്കുമ്പോൾ സ്വാഭാവികമായും പുരുഷ വിഭാഗവുമുണ്ട്, സ്ത്രീ വിഭാഗവുമുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, പുരുഷനേക്കാളും സ്ത്രീയാണ് അള്ളാഹുവിന്റെ ഖലീഫയായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, പരിശുദ്ധമായ ഇസ്മുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ മിക്ക ഇസ്മുകളെയും നാം വിചിന്തനം ചെയ്യുമ്പോൾ ആ വിശേഷണങ്ങളൊക്കെ സ്ത്രീയോട് ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹലീമായാലും മറ്റു വേദന അനുഭവിക്കുന്നതിൽ ക്ഷമിക്കുന്നതായാലും വദൂദായാലും അങ്ങനെ ഒട്ടനവധി ഇസ്മുകൾ, വിശേഷണങ്ങൾ സ്ത്രീയോട് ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിലും നാം ചിന്തിക്കാൻ വകയുള്ളതാണ് ഒരു വിഷയം. മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിക്കുന്ന സ്ത്രീ പിന്നെയും പിന്നെയും പ്രസവിക്കാൻ യാതൊരു മടിയും കൂടാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനവിഭാഗത്തെ പുനരുൽപാദനം ചെയ്യാൻ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് സാധിക്കുക? അള്ളാഹുവിന്റെ മഹത്തരമായ കഴിവും അള്ളാഹുവിന്റെ ആ സഹനശക്തി സ്ത്രീയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സ്ത്രീയായി ജന്മം കൊണ്ടതിൽ അഭിമാനിക്കുകയും അള്ളാഹുവിൽ ധാരാളം ശുക്ർ ചെയ്യുകയും ചെയ്യണം എന്നതാണ് ആമുഖമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, നാം റജബ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ ഇമാമുമാരും നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ അനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ റജബ് മാസത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 شهرا في كتاب الله يوم خلق السماوات والأرض ومنها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسهم. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക്. ഈ ദുനിയാവിൽ എത്രയെത്ര മാസങ്ങളുണ്ടെന്ന് അല്ലാഹുവിന്റെ അടുക്കൽ കണക്കുണ്ട്. അത് 12 ശഹ്റ, 12 മാസങ്ങളാണ്. 12 മാസമാണ് അല്ലാഹു ഈ ദുനിയാവിൽ മാസങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മിൻഹാ 4 ഹുറും, 4 മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കി തരികയാണ്. 4 മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അത് അള്ളാഹു ആദരിച്ചതാണ്. അള്ളാഹു ആണ് അതിന് പവിത്രത നൽകിയത്. ഏതാണ് 4 മാസങ്ങൾ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാണ് 4 മാസങ്ങൾ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. 3 മാസങ്ങൾ തുടർച്ചയായി കടന്നു വരുന്നതാണ്. അടുപ്പിച്ചടുപ്പിച്ചാണ് 3 മാസങ്ങൾ കടന്നു വരുന്നത്. മുഹറം, പിന്നെ 4ാമതായി വരുന്നതാണ് റജബ് മാസം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. 4 മാസങ്ങൾക്ക് പവിത്രത നൽകിയത് അല്ലാഹുവാണ്. സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കൽ നമ്മുടെ കടമയല്ലേ? നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ, അല്ലെങ്കിൽ നാം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ നമുക്കത് സഹിക്കാൻ കഴിയുമോ? നാം ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമുക്കത് സഹിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, അല്ലാഹു ആദരിച്ച റജബ് മാസത്തിൽ അല്ലാഹുവിനെ ആ ആദരവ് പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നാം അതിനെ ഭംഗിയായി നിർവഹിക്കൽ ഒരു അടിമയെന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ അർത്ഥം ഈ റജബ് മാസത്തിൽ തെറ്റ് ചെയ്താൽ അല്ലാഹു കൂടുതൽ ശിക്ഷ തരുമെന്നാണ്.
അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ് ഒരു അടിമ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നാം ചെയ്യേണ്ട പ്രവർത്തനം. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പവിത്രമായ സ്ഥലങ്ങളെയും അവർ ബഹുമാനത്തോടെ ആദരവോടെ പരിഗണിച്ചിരുന്നു. പരിശുദ്ധമായ മക്കയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ജീവിക്കാറില്ല, താമസിക്കാറില്ല. കാരണം എന്തെന്നറിയുമോ? ആ മക്കയിലാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ഭവിച്ചത്. ആ പുണ്യമാക്കപ്പെട്ട മന്ദിരങ്ങളിലാണ്. ലോകത്ത് ഇന്നവരെ കടന്നു വന്നിട്ടുള്ള എല്ലാവിധ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളേക്കാൾ മികച്ചു നിൽക്കുന്ന, അന്ത്യനാൾ വരെ യാതൊരുവിധ കോട്ടവും കൂടാതെ മികച്ചു നിൽക്കുന്ന പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതും ആ പരിശുദ്ധമായ മക്കാ മണൽത്തരികളിലാണ്. അതുകൊണ്ട് തന്നെ ആ മക്കയിൽ വെച്ച് തെറ്റ് ചെയ്യൽ അതിനേക്കാൾ കൂടുതൽ ശിക്ഷ നൽകാൻ കാരണമാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ സ്ഥിരതാമസമാക്കിയില്ല എന്ന് പണ്ഡിതന്മാരെ ചേർത്ത് വെക്കുന്നുണ്ട്. മഹാനവറുകൾ ജീവിച്ചത് ത്വായിഫിലെ റുക്ന എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെക്കുമ്പോ, ഈ റജബ് മാസം അള്ളാഹു പരിശുദ്ധമാക്കി. റജബ് മാസത്തിൽ നാം അതിനെ പരിശുദ്ധമായി കണക്കിലാക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന പരിശുദ്ധ റമളാനിനു വേണ്ടി കോപ്പുകൾ കൂട്ടേണ്ട മാസമാണിത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പണ്ഡിതന്മാരും ധാരാളമായി ദുആ ചെയ്തത്. റജബ് മാസം മുതൽ ദുആ ചെയ്യാൻ തുടങ്ങുമല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, റജബ് മാസം തുടങ്ങിയത് നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റജബ് മാസം നമ്മളിലേക്ക് ആഗതമായത് പലരും അതിനെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനു പകരം ഇംഗ്ലീഷ് മാസത്തിലെ ന്യൂ ഇയറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏപ്രിൽ ഫൂൾ എന്ന നിലയ്ക്ക് ഏപ്രിൽ വരുന്നതും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ പറഞ്ഞാൽ ഈ റജബ് മാസത്തിന് അള്ളാഹുവിനെ ധിക്കരിച്ച മുശ്രിക്കുകൾ വരെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവർ ഈ റജബ് മാസത്തിന്റെ പ്രത്യേകത പരിഗണിച്ച് അന്ന് യാതൊരുവിധ ഈ 3-4 മാസങ്ങളിൽ ഒരുവിധ കലഹങ്ങളിലും ഏർപ്പെടുന്നില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഗോത്ര കലഹങ്ങൾക്ക് ഈ 4 മാസങ്ങൾ അവർ വിട ചൊല്ലിയിരുന്നു. പരസ്പരം പോരടിക്കൽ അവർ അവസാനിപ്പിച്ചിരുന്നു. അള്ളാഹു ആദരിച്ച ഈ മാസങ്ങളെ മുശ്രിക്കുകൾ വരെ ആദരിച്ചിട്ട് ആ മാസം കടന്നു വരുന്നത് നമുക്ക് ഓർമ്മ പോലുമുണ്ടോ? ഇംഗ്ലീഷ് മാസം വരുമ്പോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ബന്ധം വരുമ്പോ നമ്മൾ അതിനെ ആഘോഷിക്കാനും അതിൽ പ്രവർത്തിക്കാനും ധാരാളമായി ഉത്കണ്ഠ കാണിക്കുന്ന നാം റജബ് മാസം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഒഴുകിയെത്തുന്ന റജബ് മാസം കടന്നു വന്നിട്ട് അതിനെ മനസ്സിലാക്കാനും അതിൽ ഇബാദത്തുകൾ കൊണ്ട് മുഴുകാനും തയ്യാറായിട്ടുണ്ടോ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ ചെയ്തതാണ് നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതിഫലമായി ലഭിക്കുക. ഇവിടെ എന്ത് ചെയ്തോ, ഇവിടെ ചെയ്തത് നന്മയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം അള്ളാഹു സ്വർഗമായി നമുക്ക് പ്രതിഫലം നൽകും. ഇവിടെ തിന്മയാണ് ചെയ്തതെങ്കിൽ അള്ളാഹുവിന്റെ ഭയാനകരമായ നരകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്വർഗം വളരെ എളുപ്പത്തിൽ നേടാൻ അള്ളാഹു ഒരുപാട് മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്, നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്ന 4 മാസങ്ങളിലെ റജബ് മാസം കടന്നു വന്നിട്ട് അള്ളാഹുവിലേക്ക് ധാരാളം അടുക്കാൻ ഇന്നു മുതൽ നാം തയ്യാറെടുക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ആമുഖമായി ഞാൻ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. ലോകത്ത് സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതിലേറ്റവും ഉന്നതമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ നിസ്വാർത്ഥമായി ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചിട്ടുള്ളത്.
ഭൂമിയിലേക്ക് ആരാധിക്കാനായി മനുഷ്യനെ അയക്കുമ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു അവനെ ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. നന്മയിലേക്ക് എത്തലാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു മുഅ്മിനായ മനുഷ്യൻ ദിവസത്തിൽ 17 പ്രാവശ്യം നാം ദുആ ചെയ്യുന്നില്ല നന്മക്ക് വേണ്ടി. നന്മയിലേക്ക്, സത്യപാന്താവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നാം ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം എപ്പോഴും പാരായണം ചെയ്യുന്നതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ നീ നേരായ മാർഗത്തിലാക്കണമേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ധാരാളമായി നാം ദുആ ചെയ്യാറുണ്ട്, നാം ഓതാറുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്തിട്ട് ആ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് നാം ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു ഈ സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സിദ്ദീഖീങ്ങൾ, അള്ളാഹുവിന്റെ ഈ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ശുഹദാക്കൾ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം നയിച്ച സ്വാലിഹീങ്ങൾ, ഈ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പാതയാണ് ഉന്നതമായ പാത എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിനെ ബഹുമാനിച്ചിട്ടുണ്ട്, അള്ളാഹുവർക്ക് നന്മ നൽകിയിട്ടുണ്ട്, അള്ളാഹുവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകിയിട്ടുണ്ട്. അവന്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാനുള്ള ബോധം അള്ളാഹുവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ നല്ല രീതിയിലേക്ക് സൽപാന്താവിലേക്ക് അവർ നടന്നു നീങ്ങി. ഇവരെയാണ് നാം മാതൃകയാക്കേണ്ടത്. ഇവരെ തന്നെ മാതൃകയാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുമുണ്ട്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹും വഖ്തദി. ഇവരെ അല്ലാഹു ആദരിച്ചതാണ്, ഇവരെ അല്ലാഹു സൽപാന്താവിലേക്ക് നയിച്ചതാണ്. അതുകൊണ്ട് ഫബിഹുദാഹും വഖ്തദി, ഇവരെ നല്ല പാതയിലേക്ക് നയിച്ചതുകൊണ്ട് അവരെ നിങ്ങൾ പിൻപറ്റണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വരായിരിക്കണം നമ്മുടെ മാതൃക. പരിശുദ്ധ ഖുർആനിൽ ഓരോ സംഭവങ്ങളും മനുഷ്യ ജീവിതങ്ങൾക്ക്, മുഅ്മിനുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ സംഭവങ്ങളും കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതദക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഈ പ്രവർത്തനങ്ങളിൽ, ഈ വാക്കുകളിൽ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇവരെയാണ് നാം മാതൃകയാക്കേണ്ടത്. ജീവിതത്തിൽ മാതൃക തേടുന്നവർക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ 4 വിഭാഗങ്ങളുടെ ഭാഗത്തേക്ക് കടന്നു ചെല്ലാനാണ് നാം ദിവസത്തിൽ 17 പ്രാവശ്യവും ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സഹോദരങ്ങളെ, നമ്മുടെ ഇപ്പോഴത്തെ മാതൃക ആരാണ്? നാം ഇപ്പോൾ ജീവിതത്തിൽ മാതൃകയാക്കി കൊണ്ടു നടക്കുന്നവർ ആരെയാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ പുലർത്തുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണെന്ന്. തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ടു ജീവിച്ചു പോയ മഹാരഥന്മാരായ സഹാബാക്കളുടെ ജീവിതമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പുലർത്തുന്നതെന്ന് നെഞ്ചത്ത് കൈവച്ച് നമുക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലെങ്കിലും സിനിമാ താരങ്ങളെ ജീവിതത്തിൽ മാതൃകയാക്കിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഓരോരോ ഫാഷൻ ഇറങ്ങുമ്പോഴും, ഓരോരോ വസ്ത്രധാരണശീലമായും, ഓരോരോ സംസാര ശൈലിയായും, ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ഓരോ സിനിമകൾ ഇറങ്ങുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാറില്ലേ നാം? അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലെ ഓരോ ഭാഗമായവർ മാറാറില്ലേ? ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ് പ്രിയമുള്ള
പ്രിയമുള്ളവരെ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ? ആരെങ്കിലും മാതൃകയാക്കിയാൽ, ആരോടെങ്കിലും സാദൃശ്യമായാൽ അല്ലാഹു അവരോടൊപ്പമാണ് നാളെ അന്ത്യനാളിൽ അവനെ കൂട്ടുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? ജീവിതത്തിൽ നാം അല്ലാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ മഹാരഥന്മാരായ സ്വഹാബാക്കളെയുമാണ് ജീവിത നിദർശനങ്ങളായി നാം പ്രസ്താവിക്കുന്നതെങ്കിൽ അവരായിരിക്കും, അവരോടൊപ്പമായിരിക്കും അന്ത്യനാളിൽ നാം അധിവസിക്കുക. മറിച്ച് ഈ സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയുമാണ് ജീവിതത്തിൽ നാം മാതൃകയാക്കുന്നതെങ്കിൽ നാളെ അന്ത്യനാളിൽ ഇവരെവിടെയായിരിക്കും? അവരോടൊപ്പമായിരിക്കും. അന്ത്യനാളിൽ നമ്മളെന്ന് അല്ലാഹു തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാതൃകയായ ആരാകണം? അല്ലാഹു ഖുർആനിലൂടെ പറയുന്നില്ലേ, വലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതമായ മാതൃകയുണ്ട്. ആ റസൂലിന്റെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയാകേണ്ടത്. ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുമ്പോഴും എന്റെ നബി ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും എന്റെ റസൂലിനെ കാണുന്നുണ്ട്. ഈ പ്രവർത്തനം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ, ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നതായി കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് നീരസം ഉണ്ടാവുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സർവ്വലോക ചരാചരത്തിന്റെയും അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ടെന്ന ബോധം നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞു വെച്ച ഓരോ മഹാരഥന്മാരും ജീവിതത്തിൽ സൽക്കർമ്മം മാത്രമായി ജീവിതം നയിച്ചുപോയ ഓരോ മഹാരഥന്മാരും മുഴുവൻ എല്ലാ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടാണ് ജീവിച്ചതെങ്കിൽ ഒരിക്കലെങ്കിലും ആ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ മാതൃകയാകേണ്ടത് മുഅ്മിനുകളായ മനുഷ്യന്മാരാണ്, മുഅ്മിനുകളാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. പരിശുദ്ധ ഖുർആനിൽ ആരാണ് മുഅ്മിനെന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്, നിസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ് യഥാർത്ഥ മുഅ്മിനെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥയിൽ നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ നമുക്ക് എന്തൊക്കെ ചിന്തകളാണ് കടന്നു വരുന്നത്? ഓരോ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ മുമ്പിൽ നാം നമ്മുടെ ശിരസ്കരായിരിക്കുമ്പോഴും സുജൂദിൽ വീണ് കിടക്കുമ്പോഴും നമ്മുടെ ചിന്ത, നമ്മുടെ ബോധം എവിടെയൊക്കെയാണ്? പ്രിയമുള്ളവരെ, ഓരോ കാര്യം ചിന്തിച്ചെടുക്കുന്നത്, പലരും ഓർമ്മിച്ചെടുക്കുന്നത് നിസ്കാരത്തിലാണ് എന്നതാണ് തമാശ. പക്ഷേ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. അവർ ജീവിതത്തിൽ നിസ്കാരത്തെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് മനസ്സിലാക്കുമ്പോ എന്തിനധികം പറയണം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ, വല്ലാത്ത പ്രതിസന്ധികളിൽ ഉൾപ്പെടുമ്പോ, പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടുമ്പോ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. 2 റക്അത്ത് അല്ലാഹുവിന്റെ മുമ്പിലിരുന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് മനസ്സിൽ നിന്ന് തക്ബീർ ചെയ്യുമ്പോ മനസ്സിലുള്ള വിഷമങ്ങൾ ആകെ ഒലിച്ചു പോവുകയാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. അത് അല്ലാഹുവിന്റെയും തന്റെ അടിമയുടെയും ഇടയിലുള്ള നേരിട്ടുള്ള മുനാജാത്തായിരുന്നു, മിഅ്റാജായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമുക്കേവർക്കും സുപരിചിതമായ ഒരു ചരിത്രകഥയുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹു, ആ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു യുദ്ധമുണ്ടായി. യുദ്ധം കഴിഞ്ഞു വന്നപ്പോ സാരമായ പരിക്കുകൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് കുന്തം തുളച്ചു കയറിയിരിക്കുകയാണ്. ആ സമയത്ത് അതെടുക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, വല്ലാത്ത വേദന.
യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ഏതൊരു ശത്രു തന്റെ ശരീരത്തിലേക്ക് പാഞ്ഞയച്ച ഒരു കുന്തം ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. സമയത്ത് മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കാം, നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ ചിന്ത ഇവിടെ ഒന്നും ഉണ്ടാവില്ല, എന്റെ ചിന്ത ദുനിയാവിന്റെ ഒരു ഭാഗത്തേക്കും എന്റെ ചിന്ത ഉണ്ടാവുകയില്ല. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം മറന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്റെ കുന്തം വലിച്ചെടുക്കാമെന്ന് മഹാനായ അലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്. എന്നിട്ട് നിസ്കരിക്കുന്നതിനിടയിൽ ആ കുന്തം വളരെ ശക്തമായി വലിച്ചൂരിയിട്ടും മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ അവസ്ഥ നാം മാതൃകയാക്കേണ്ടത് ഇവരെയൊക്കെയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരമൊരു സന്ദർഭമുണ്ടായാൽ നാം എങ്ങനെയാണ് അതിനെ പരിഗണിക്കുക? പ്രിയമുള്ളവരെ, മഹാനായ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽ വളരെ പ്രസിദ്ധനായ മനുഷ്യനാണ് മഹാനായ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു. മഹാനവരുടെ ജീവിത ചരിത്ര ശകലങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെയധികം നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന ഒരു സംഭവം മഹാരഥന്മാർ, ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു ഒരു കച്ചവട സംഘത്തിലാണ്. എവിടേക്കോ കച്ചവട ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ആബിദാണ്, നന്നായി നിസ്കരിക്കുന്ന മനുഷ്യനാണ്, അല്ലാഹുവിനെ നന്നായി ഭയപ്പെടുന്ന മനുഷ്യനാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം, അന്യ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത നല്ലൊരു ആരാധന, നന്നായി ആരാധിക്കുന്ന ആബിദായ മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം പരിശോധിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചു. ആ മനുഷ്യനും ഈ യാത്രാ സംഘത്തിലുണ്ട്. അങ്ങനെ ഈ ഒരു യാത്രാ സംഘം രാവിലെ മുതൽ പ്രദോഷം വരെ യാത്ര ചെയ്തു. അവസാനം രാത്രിയായപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ടെന്റ് കെട്ടി താമസിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞു, ഇശാനിസ്കാരം കഴിഞ്ഞു, എല്ലാവരും കിടന്നു. അപ്പോൾ സ്വാഭാവികമായും സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്നെ കിടക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു, ഞാൻ കേട്ടത് ഇങ്ങനെയല്ലല്ലോ, മഹാനവറുകൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും രാത്രി മുഴുവൻ ഇബാദത്തുകളിലായി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണെന്നാണല്ലോ ഞാൻ കേട്ടത്, പിന്നെ ഇപ്പോഴൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്. കുറേ സമയം കാത്തിരുന്നു. അവസാനം രാത്രിയുടെ അവസാന സമയമെത്തിയപ്പോ അവസാന യാമത്തിൽ മഹാനായ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ആരും കാണാതെ, ശബ്ദമുണ്ടാക്കാതെ മഹാനവറുകൾ എഴുന്നേറ്റു, വുളൂ ചെയ്തു. ആരും കാണണ്ട എന്ന രീതിയിൽ എന്ന് മനസ്സിലാക്കി കുറച്ചപ്പുറത്തുള്ള ഇടതൂർന്ന വനങ്ങളുള്ള ഒരു കാട്ടിലേക്ക് സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു പ്രവേശിക്കുകയാണ്. ഈ മനുഷ്യനും പിന്തുടരുന്നുണ്ട്. അങ്ങനെ കുറെ നേരം സഞ്ചരിച്ച് ആരും കാണാതെ ചുറ്റും മരങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ മഹാനവറുകൾ നിസ്കരിക്കാൻ തുടങ്ങി. ഇവരെയാണ് ചരിത്രകാരന്മാർ തങ്ങളുടെ അത്ഭുതം വ്യക്തമാക്കുന്നത്. ആരും കാണാതെ നിസ്കരിക്കാൻ തുടങ്ങി. കുറെ സമയം കഴിഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പിന്നിൽ നിന്ന് കാണുന്നുണ്ട്, ഇനി എന്തൊക്കെയാണ് ഈ ആരാധന ചെയ്യുന്നത്, എന്തൊക്കെ ആരാധനകളാണ് സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പുറകിൽ പുറപ്പെട്ട മനുഷ്യൻ ഒരു മരക്കൊമ്പിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ഇവിടെ നിന്നോ ഒരു സിംഹത്തിന്റെ അലർച്ച കേൾക്കുകയാണ്. ഒരു സിംഹം മഹാനായ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നു. സിംഹം വല്ലാതെ ഗർജിക്കുന്നുണ്ട്, വല്ലാതെ ഗർജിക്കുന്നു, വല്ലാതെ വിശപ്പുള്ള ഭാവത്തോടെയാണ് സിംഹം കടന്നു വരുന്നത്. ഈ മനുഷ്യൻ ആകെ പേടിച്ചുപോയി. ആ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹുവിനെ സിംഹം തിന്നാൻ പോവുകയാണ്. അങ്ങനെ സിംഹം വളരെ ഗർജന സ്വഭാവത്തോടുകൂടി വളരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മഹാനായ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു. പക്ഷേ സത്യമെന്തെന്ന് വെച്ചാൽ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കുലുക്കം പോലും ഉണ്ടായിരുന്നു. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച് നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് സിംഹം പോലും അടങ്ങി ഒതുങ്ങി മഹാനായ സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ നിസ്കാരം മുഴുവൻ അല്ലാഹുവിലായാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ. അല്ലാഹുവിനെ ആര് ഭയപ്പെട്ടുവോ
അള്ളാഹുവിൽ ആര് ജീവിതം സമർപ്പിച്ചുവോ, അള്ളാഹു ആദരിച്ചതിനെ ആര് ആദരിച്ചുവോ, അള്ളാഹു നിഷേധിച്ചതിനെ ആര് നിഷേധിച്ചുവോ, അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞതിനെ ആര് വേണ്ട എന്ന് വെച്ചുവോ, അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞതിനെ ആര് സ്വീകരിച്ചുവോ, അള്ളാഹുവിനെ ആര് ഭയപ്പെട്ടുവോ അവനെ എല്ലാവരും ഭയപ്പെടും. ലോകത്തിലുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങളും അവനെ ഭയപ്പെടുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നിസ്കാരത്തിൽ മുഅ്മിനുകൾ ഖുശൂഉള്ളവരായിരിക്കുമെന്നാണ് മുഅ്മിനുകളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അള്ളാഹു ആദ്യമായി പറഞ്ഞത്. തുടർന്ന് പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഅവി മുഅ്രിദൂൻ. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അനിൽ ലഅവി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നഫ്സിനോ തന്റെ റൂഹിനോ ഉപകാരമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ മറ്റൊരു ശീലം. ആവശ്യമുള്ളതിൽ മാത്രം പങ്കെടുക്കുക, അനാവശ്യമായത്, ഈ ലോകത്ത് ഉപകാരമുള്ളത് മാത്രമായ കാര്യങ്ങൾ മാറ്റി നിർത്തുക, വർജിക്കുക എന്നത് മുഅ്മിനുകളുടെ മറ്റൊരു സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വല്ലദീന ഹും അനിൽ ലഅവി മുഅ്രിദൂൻ. മഹാരഥന്മാരായ ഉമറാക്കളുടെയും സാദാത്യങ്ങളുടെയും ഖുലഫാ റാഷിദുകളുടെയും ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു? ജീവിതത്തിൽ വളരെയധികം കണിശത ജീവിതത്തിൽ പുലർത്തിയ മഹാനവറുകൾ. അള്ളാഹുവിന്റെ മുമ്പിൽ വളരെയധികം പാവത്താനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വളരെ വിനയാന്വിതരായി. എന്നാൽ ദീനിനെതിരായ കാര്യങ്ങൾ വരുമ്പോ വല്ലാതെ അധികമായി എതിർത്ത് സംസാരിക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫയായി അധികാരമേറ്റിരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരു അതിഥി മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയിലെ സാധാരണ ജനങ്ങളുടെ അരികിലേക്ക് ചെന്നപ്പോ അവരെല്ലാം വളരെയധികം താഴ്ന്ന നിലയുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഈ അതിഥിക്ക് വല്ലാത്ത വിശപ്പുള്ള സമയമാണ്. ഇവരെല്ലാം വളരെ താഴ്ന്ന നിലയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോ ഈ അതിഥി വിചാരിച്ചു, ഖലീഫ ഉമറിന്റെ വീട്ടിൽ ചെന്നാൽ നല്ല ഭക്ഷണം ലഭിക്കുമല്ലോ, നല്ല ഭക്ഷണം ഖലീഫ ഉമറിന്റെ വീട്ടിൽ ലഭിക്കുമല്ലോ. അപ്പോ ആ ഒരു പ്രതീക്ഷയുമായി ഉമറിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഈ അതിഥി കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണ തളികയിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ ജനവിഭാഗങ്ങൾ കഴിച്ചതിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലുള്ള ഭക്ഷണമാണ് മഹാനവറുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ആ അതിഥി, താങ്കൾ ലോകത്ത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന സർവ്വ ജനാധിപത്യ രാജ്യങ്ങളെക്കാളും സർവ്വ സാമ്രാജ്യങ്ങളെക്കാളും ഉന്നതിയിലേക്ക് നടന്നു കയറുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ റിപ്പബ്ലിക് സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് താങ്കൾ കഴിക്കുന്നത് ഇത്രയും താഴ്ന്ന നിലയിലുള്ള ഭക്ഷണമാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തേക്കാം, ഈ ദുനിയാവിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അവയ്ക്ക് ആസ്വദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ ദുനിയാവിൽ നൽകിയതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ എനിക്ക് കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ താഴ്ന്ന ഭക്ഷണമായാലും അതെനിക്ക് മതി എന്ന് പറയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ആവശ്യമല്ലാത്തത് ഈ ലോകത്ത് പരലോകത്ത് കുറവ് നൽകുന്നത്, പരലോകത്ത് പ്രതിഫലം കുറയ്ക്കുന്നത് എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ അധികം ചിരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം ഇന്ന് TV തുറന്നു നോക്കിയാൽ മുഴുവൻ കോമഡി ഷോകളും തമാശ സംരംഭങ്ങളും ജനവിഭാഗങ്ങളെ ചിരിപ്പിച്ച് ടെൻഷനകത്താമെന്ന വാദത്തോടുകൂടി ധാരാളം അവസരങ്ങൾ തുറന്നുകൊടുക്കുന്ന ഈ സാഹചര്യത്തിലാണ് വളരെ അത്ഭുതകരമായി നാം മനസ്സിലാക്കേണ്ടതാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിലധികം ചിരിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ പോലെ പിന്നെ റസൂൽ എപ്പോഴും ഒരു വിഷാദഭാവത്തിലായിരുന്നു. നാളെ എന്താകും, അതായത് പരലോകം എന്ന് എങ്ങനെയായിരിക്കും, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കുമോ, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കാൻ സാധിക്കുമോ എന്ന്
മനസ്സ് വേദനിച്ചുകൊണ്ട് വിഷാദഭാവത്തിലായിരുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിലധികം ചിരിക്കാറുണ്ടായിരുന്നില്ല. എന്തിനധികം പറയണം, ബഹുമാനപ്പെട്ട മുസ്ലിം കൈരളിയുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കുറുകാലത്ത് അനിഷേധ്യ നായകനായി പ്രസിഡന്റായി വിളങ്ങുന്ന മഹാനായ കെ ഹസ്രത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസ റൂഹഹു, മഹാനായ കെ ഉസ്താദ് അനാവശ്യ സംസാരങ്ങളിൽ ഇടപെടാറില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ മുഖം കൊടുക്കാറ് തന്നെയില്ല, ചിന്ത പോലും കൊടുക്കാറില്ല, അധികമൊന്നും ചിരിക്കാറില്ല. എപ്പോഴും ദിക്റിന്റെയും തഹ്ലീലിന്റെയും സലാത്തിന്റെയും മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടും അതിൽ വ്യാകുലനായി ജീവിതം കഴിച്ചുപോയ മഹാനുകൾ, ആ മഹാന്മാരായ ഉലമാക്കളാകണം, ആ മഹാന്മാരായ സാദാത്യങ്ങളാകണം, ആ മഹാന്മാരായ പണ്ഡിതന്മാരാകണം നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയെന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അതൊക്കെ ചിന്തിക്കാൻ തന്നെ ഇന്ന് സമയമുണ്ടോ? നമ്മുടെ ചിന്തയൊക്കെ മറ്റൊരു ദിശയിലാണെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു റോം സാമ്രാജ്യത്തെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് അവസാനം റോം ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിലേക്ക് കയറിപ്പോകാൻ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിച്ചിരുന്ന വേഷം കൊണ്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഉമർ തങ്ങളെ, നിങ്ങൾ ഈ വസ്ത്രമൊന്ന് മാറ്റുമോ? നിങ്ങൾ ഈ കോവർ കൊയ്തുക്ക് പകരം നല്ലൊരു അശ്വത്തെ, നല്ലൊരു കുതിരയെ നിങ്ങൾ ഉപയോഗിക്കുമോ? അത് നമുക്ക് അഭിമാനം വർദ്ധിപ്പിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അത് തന്നെയാണ് ഇന്ന് ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു മുസ്ലിം എന്ന രീതിയിൽ നെഞ്ചോട് ചേർത്ത് നിർത്താനുള്ള വാക്യം. അത് തന്നെയാണ്, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിദീനിൽ ഇസ്ലാം. ഈ ഇസ്ലാം കൊണ്ടാണ് നമുക്ക് ഇജ്ജത്ത് നൽകിയത്. ഈ വസ്ത്രം കൊണ്ടല്ല, ഈ കുതിര കൊണ്ടല്ല, ഈ സമ്പത്ത് കൊണ്ടല്ല, മറിച്ച് ദീനുൽ ഇസ്ലാം കൊണ്ടാണ്, ഈമാൻ കൊണ്ടാണ് നമുക്ക് ഇജ്ജത്ത് നൽകിയതെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട് അനാവശ്യമായതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് നമുക്കെന്ത് ഉപകരിക്കുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അവരെ സ്വായത്തമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ചെയ്യുന്നതെന്തോ അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുക. ഈ ദുനിയാവിന് വേണ്ടി നീ പണിയെടുക്കുമ്പോ, ഈ ഇഹലോകത്തിന് വേണ്ടി മാത്രം നീ ഒരുപാട് കോപ്പുകൾ ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത്, നീ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, നീ എന്നെന്നും ജീവിക്കുന്ന ഒരു ചിരഞ്ജീവിയെ പോലെ, എന്നെന്നും ജീവിക്കുന്ന മരണമില്ലാത്ത മനുഷ്യനെ പോലെ, ആ മനുഷ്യനെ ധാരാളം ചെയ്തു തീർക്കാനുണ്ടെങ്കിലും സാവധാനം ചെയ്താൽ മതി, ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോ അങ്ങനെ ചിന്തിക്കണമെന്നും, മറിച്ച് നാളേക്ക് വേണ്ടി പണിയെടുക്കുമ്പോ, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ നാളെ നീ മരിക്കുമെന്ന ബോധത്തോടുകൂടി നീ പ്രവർത്തിക്കണം. ഇന്നത്തെ നിന്റെ നിസ്കാരം അവസാനത്തെ നിസ്കാരമാണെന്ന ബോധം നിനക്കുണ്ടാകണം. ഇന്ന് നീ കൊട്ടുന്ന തക്ബീറിന്റെ, നീ പറയുന്ന തക്ബീറുകൾ ഇനി ഉച്ചരിക്കാൻ എന്റെ നാവിന് സംസാരശേഷി ഉണ്ടാകുമോ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുമ്പോ നാളെ ഞാൻ മരിക്കുമല്ലോ റബ്ബേ, ഇത് മാത്രമാണല്ലോ എനിക്കുണ്ടാവുക. നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്തേക്ക് എനിക്കെന്താണ് കൊണ്ടുപോകാനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം എന്ന ചിന്തയോടെയാണ് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നീ വിചാരിക്കേണ്ടതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തുപോയ കാര്യങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്താൽ ഇത്രയധികം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഈ ജീവിതത്തിനിടയ്ക്ക് എത്രയെത്ര തിന്മകൾ ചെയ്തു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നീ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നാഥന്റെ മുമ്പിൽ ആരും പരസ്പരം മനസ്സിലാക്കാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ബോധമില്ലാതെ അലഞ്ഞു തിരിയുന്ന സമയത്ത്
നിന്നെ അല്ലാഹു ഹിസാബ് നടത്തുമല്ലോ. നീ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ നിമിഷങ്ങളെയും എടുത്തു കാണിച്ചുകൊണ്ട് മനുഷ്യ, ഇത് നീ ചെയ്തതല്ലടാ, നീ എന്നെ കാണുന്ന, ഞാൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധ്യമുണ്ടായിട്ടും നീ എത്രയെത്ര പ്രവർത്തനങ്ങളാണ്, മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് നീ ചെയ്തതെന്ന് പറഞ്ഞ് ജനമനസ്സുകൾക്ക് മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, നാം വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിൽ എന്ത് ചെയ്തെന്ന് നാം ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ വല്ലാതൊരു മാതൃകാ പുരുഷനാണ്. എല്ലാ ദിവസവും രാത്രി സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചാട്ടവാറുകൊണ്ട് പുറത്തേക്ക് അടിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിനോട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തുവല്ലടാ, നീ ഇന്ന പ്രവർത്തനങ്ങളിലേക്ക് നിന്റെ ചിന്ത പോയല്ലടാ, നീ ആവശ്യമില്ലാത്തത് നോക്കിയല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചാട്ടവാറുകൊണ്ട് പുറത്തേക്ക് അടച്ചുകൊണ്ട് സ്വന്തം വിചാരണ ചെയ്തിരുന്നു എന്ന് നാം വ്യക്തമാക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നാം എത്ര ഖുർആൻ ഓതിയാലും, എത്ര വാഅ് മജ്‌ലിസിൽ പങ്കെടുത്താലും, എത്ര ഉംറകൾ ചെയ്താലും, എത്ര ഹജ്ജ് ചെയ്താലും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നാം ആഗ്രഹിക്കുക, നാം അതിൽ ആശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ആരാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, മാനവറുകൾ മരിച്ചു പോയിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഒരു ശിഷ്യൻ മഹാനവരുടെ ശിഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഗസ്സാലിമാരെന്നറിയില്ലേ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിജ്ഞാനങ്ങളെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കിക്കൊണ്ട് പരിപൂർണമായി ദീനിന്റെ വിജ്ഞാനമായാലും ഇലാഹിയായ വിജ്ഞാനമായാലും ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നടന്ന മഹാനായ ഗസ്സാലി ഇമാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാ സല്ലമന, നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്തു വെച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് വിജ്ഞാനത്തിന്റെ ഏടുകൾ, ഒരുപാട് കിതാബിന്റെ മസാലകൾ, ഇതൊന്നും എന്നെ രക്ഷപ്പെടുത്തിയില്ല കേട്ടോ. മഹാനവരുടെ പ്രത്യേകമായ ഒരു ഗ്രന്ഥമുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച് ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, കാദൽ ഇഹ്യാ അയ്യകൂന ഖുർആന എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഖുർആനിന്റെ അത്ര ഇല്ലെങ്കിലും അതിനേക്കാൾ അടുത്തിരിക്കുന്നുവെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഇഹ്യാ ഉലൂമുദ്ദീൻ ലഭിച്ച മഹാനവറുകൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറയാമായിരുന്നു, അല്ലാഹുവേ, നിന്റെ അടിമകളെ മുഴുവൻ നന്മയിലേക്ക് നയിക്കാൻ ഉൾക്കൊള്ളുന്ന വിധം ഇതിൽ ധാരാളം വിജ്ഞാനങ്ങളുണ്ട്. അല്ലാഹുവിനെ ഓർക്കാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വിജ്ഞാനങ്ങൾ അടങ്ങുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം നടിക്കാമായിരുന്നു മഹാനായ ഗസ്സാലി ഇമാമിന്. പക്ഷേ ഗസ്സാലി ഇമാം അവസാനമായി പറഞ്ഞത്, എന്നെ ഇതൊന്നും രക്ഷപ്പെടുത്തിയിട്ടില്ല, ഞാൻ ചെയ്തു വെച്ച വിജ്ഞാനങ്ങളൊന്നും എനിക്ക് നന്മ ഉണ്ടാക്കിയിട്ടില്ല, സ്വർഗം കരസ്ഥമാക്കാൻ അതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് എന്നെ രക്ഷിച്ചത് എന്നെ രക്ഷിച്ചതെന്തെന്നറിയുമോ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ ചില നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ട്, സ്വലാത്തുൽ ലൈലിന് ഞാൻ എന്റെ സമയം കണ്ടെത്താറുണ്ട്, അത് മാത്രമാണ് എന്നെ രക്ഷിച്ചതെന്ന് മഹാനായ ഗസ്സാലി ഇമാം പറയുമ്പോൾ നമ്മളെത്ര ഖുർആൻ ഓതിയിട്ടുണ്ട് കാര്യം പ്രിയമുള്ളവരെ, എത്ര നിസ്കരിച്ചിട്ടുണ്ട് കാര്യം പ്രിയമുള്ളവരെ, എത്ര സദഖ നൽകിയിട്ടുണ്ട് കാര്യം പ്രിയമുള്ളവരെ, വർഷാവർഷം ഹജ്ജിന് പോയിട്ട് എന്ത് കാര്യം പ്രിയമുള്ളവരെ, അതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല. എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണിന് പകരമായി, അല്ലാഹു നൽകിയ കണ്ണിന് പകരമായി ജീവിതകാലം മുഴുവൻ സുജൂദിൽ കിടന്നാൽ പോലും മതിയാവുകയില്ല എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുമ്പോ നാം എന്താണ് ചെയ്യുന്നത്? നാം എന്താണ് അല്ലാഹുവിനെ ഓർക്കുന്നത്? മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്ത് പൊട്ടിക്കരയാൻ നാം ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? മറിച്ച് അല്ലാഹുവിന് പൊറുക്കാത്ത കാര്യങ്ങളല്ലേ നാം ചെയ്തത്?
അള്ളാഹുവിനെ ഓർക്കുക പോയിട്ട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് പോലും 5 വഖ്ത് നിസ്കാരം പോലും കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാന സമയത്ത് അന്ത്യനാളിന്റെ വിഹ്വലതയിൽ അഭിരമിച്ചു നിൽക്കുന്ന മനുഷ്യന് ആ സമയത്ത് അള്ളാഹു വിളിച്ച് ചോദിക്കുമെന്നാണ്, യാ അബ്ദി, എന്റെ അടിമേ, ഇന്നക ജഅൽതനി അഹ്വനന്നാദിരീന ഇലൈക്, നീ തെറ്റ് ചെയ്യുമ്പോ ആളുകൾ കാണുമെന്ന ബോധം നിനക്കുണ്ടായിരുന്നു. ആളുകൾ കാണാതെ ഒരിടത്ത് പോയിരുന്നു, ആരും കാണാതിരുന്നുകൊണ്ട് തെറ്റ് ചെയ്യാൻ നീ ആഗ്രഹിച്ചുവല്ലേ, ആരും കാണുന്നില്ലെന്ന ബോധം നിനക്കുണ്ടായിരുന്നുവല്ലേ. എന്നാൽ സർവലോക ചരാചരങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന ജഗന്തിയന്താവായ അല്ലാഹുവായ ഞാൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധം നിനക്കുണ്ടായില്ല അല്ലേ. മനുഷ്യ, നീ റോഡിലൂടെ നടന്നു പോകുന്ന സാധാരണ മനുഷ്യന്റെ വില പോലും സൃഷ്ടാവായ എനിക്ക് നൽകിയില്ലല്ലോ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ നീ ഗൗരവിച്ചില്ലല്ലോ. തെറ്റ് ചെയ്യുമ്പോ ഞാൻ കാണുന്നുണ്ടെന്ന ബോധം നിനക്കുണ്ടായില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചോദിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹു ജീവിതകാലം മുഴുവൻ സുജൂദിൽ കിടക്കാൻ നമ്മോട് കൽപ്പിക്കുന്നില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയുമോ? ആരും കാണാത്ത സമയത്ത്, രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് എന്നെയൊന്ന് ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്നും ഒരീച്ചയുടെ തലയോളം വലുപ്പമുള്ള ഒരു കണ്ണീർ കണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൻ നാർ, അവന് ഭയാനകരമായ നരകം ഹറാമാക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെങ്കിലും നാം ഒന്ന് മുതിരണ്ട. പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്ത മനുഷ്യന്മാരോട് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു, തെറ്റ് ചെയ്തവരെന്നല്ല പറഞ്ഞത്, തെറ്റ് അധികമായി ചെയ്തവരായ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ധാരാളമായി തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരോട് എന്റെ റഹ്മത്തിനെ ചോദിച്ച് ഇനിയും ദുആ ചെയ്യാൻ കൽപ്പിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇരുകരങ്ങളും നാദനിലേക്ക് ഉയർത്തി അവിടെ നിന്ന് പാടുമായിരുന്നു, കരഞ്ഞു പാടുമായിരുന്നു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സ്വർഗം ചോദിക്കാനുള്ള അർഹത ഈ പാപിക്കില്ല തമ്പുരാനെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി, എന്നാൽ നിന്റെ നരകം സഹിക്കാൻ, അവിടുത്തെ ചൂട് സഹിക്കാൻ, അവിടുത്തെ ഭയാനകമായ ശിക്ഷകൾ അനുഭവിക്കാനുള്ള കാലി, അതിനുള്ള ശക്തി ഈ പാപത്തിനില്ല തമ്പുരാനെ. അതുകൊണ്ട് ഫഗ്ഫിർലി ഫഹബുലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി, പാപമോചനം ദാനമായി നൽകണം തമ്പുരാനെ, നിന്റെ പാപങ്ങൾ പൊറുത്തു നൽകണം അല്ലാഹ്. ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി, നീ എല്ലാ തെറ്റും പൊറുത്തു കൊടുക്കുന്നവനാണല്ലോ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് നസൂഹായ തൗബ ചെയ്തുകൊണ്ട് മടങ്ങാൻ നാം തയ്യാറാകണം. അള്ളാഹുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ അതിയായി സ്നേഹിക്കുന്നുണ്ടെന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ടതുണ്ട്. എന്തു ചെയ്യുമ്പോഴും അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്ന വളരെയധികം മഹത്തരമായ ബോധം, ചിന്ത നമ്മുടെ ജീവിതത്തിൽ എന്നും നാം കൂടെ കൂട്ടേണ്ടതുണ്ട്. അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ, അവരെയാണ് നാം മാതൃകയാക്കേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം
അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുഖലോക സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നസുഹായ തൗബ ചെയ്തുകൊണ്ട് നാഥനിലേക്ക് നിഷ്കളങ്കരായ മക്കളായി നിഷ്കളങ്കരായ അടിമകളായി ചെല്ലാനുള്ള ഭാഗ്യം, മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ തെറ്റുകൾ നാഥനിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു നൽകണം എന്ന് കരഞ്ഞ് ദുആ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം അള്ളാഹുവിന് വേണ്ടിയുള്ളതാക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ നന്മ മാത്രം കൂടെ കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. സ്വർഗത്തിനേക്കാൾ ഉന്നതമായ അള്ളാഹുവിന്റെ ലിഖാഅ് നൽകാനുള്ള ഭാഗ്യം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഒരുപാട് കാഴ്ചകൾ കണ്ട ഈ കണ്ണുകൊണ്ട് അള്ളാഹുവെ അവസാനം നിന്നെ കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നിന്നെ കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അതിനേക്കാൾ മഹത്തരമായത് മറ്റൊന്നുമില്ലല്ലോ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ തൃപ്തി നൽകണം അല്ലാഹ്, നിന്റെ സ്നേഹം നൽകണം തമ്പുരാൻ.